വരുമാനം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റികളെ കണ്ടെത്തുന്നിടത്താണ് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വിജയം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരേ റൊട്ടേഷനിൽ പോകുന്ന ആളുകളാണെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളിലേക്കോ പൂർണ്ണമായിട്ടും നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും എത്തിപ്പെടാൻ പറ്റില്ല. ഇപ്പോ ഞാൻ ഈ പ്രൊജക്ട് ഇന്ന് ഇവിടെ കേൾക്കുന്ന ആളുകൾ, പുതുതായിട്ട് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും അതിലേക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് ഇതിലൂടെ വരുമാനം നേടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾ എത്തിയിട്ടുണ്ടാവുക. സോ ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രൊജക്ടിന്റെ പേര് കോയിൻഫോജ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ഈ പ്രൊജക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യം തന്നെ പറയാം, ഇതൊരു ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ വെൽത്ത് ആണ്. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ബേബി ബോൺ ആയിട്ടുള്ള വെറും 3.5 മാസം മാത്രം പ്രായമുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നിങ്ങളിലേക്ക് കേൾക്കുന്നത്. ഈ പ്രൊജക്റ്റ് നമ്മളിവിടെ നിങ്ങളടുത്ത് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും എനിക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും, ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങളാണ് ആദ്യമായിട്ട് കേൾക്കാൻ പോണ ആ ഒരു ഭാഗ്യശാലി എന്നുള്ളത്. കാരണം ഇവിടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ അപ്പുറം നിങ്ങളിലേക്ക് വേറൊരു രീതിയിലും എത്താൻ സാധ്യതയില്ലാത്ത ഒരു പ്രൊജക്റ്റാണ് കോയിൻഫോജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ്. സോ ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, Web 1, Web 2 ആൻഡ് ഇപ്പൊ കറന്റ്ലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന Web 3 എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. എന്തുകൊണ്ട് Web 3യിലേക്ക് വന്നു വെച്ചാൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് അതിന്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും തന്നെയാണ്. കാരണം Web 2ൽ ഒരുപാട് ആളുകൾ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹാക്കബിലിറ്റി ആണ്. ചില ഹാക്ക് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം കണ്ടിട്ടുണ്ടാവും, അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു അല്ലെ. അത് അവിടേക്ക് ഒരു ആക്സസ് ഉള്ളത് കൊണ്ടാണ്. സോ ആ ഒരു പോരായ്മയും കൂടെ കവർ ചെയ്തുകൊണ്ടാണ് Web 3 എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ്ലി പ്രവർത്തിക്കുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ്. അതേപോലെ തന്നെ ഇവിടെ ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിക്കുന്ന Web 3യിലുള്ള ഈ ഒരു കോൺസെപ്റ്റ്, അതിന്റെ യൂസേജ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. സോ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് എവല്യൂഷൻ, ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കുക, ജസ്റ്റ് എവല്യൂഷൻ ഓഫ് മണി എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, അതിൽ ഏതെങ്കിലും പിക്ചർ എടുത്ത് നോക്കാം, നമുക്ക് കാണാൻ സാധിക്കും അവിടെ ബാർട്ടർ സിസ്റ്റം മുതൽ, ബാർട്ടർ സിസ്റ്റം, ഗോൾഡ്, മെറ്റൽ ഗോൾഡ്, അതിനുശേഷം പേപ്പർ മണി, നമ്മളൊക്കെ കണ്ടു വളർന്ന പേപ്പർ മണി. പക്ഷെ ആ പേപ്പർ മണി മാറിയിട്ട് പ്ലാസ്റ്റിക് കാർഡുകളായി, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്. അതിനുശേഷം UPID ട്രാൻസാക്ഷൻസ് വന്നു. ഇപ്പം ഏത് കാലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഏത് കടകളിൽ പോയാലും നമ്മൾ കാണുന്നതാണ് ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ അല്ലെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ വരുന്നതിന്റെ, അല്ലെങ്കിൽ അത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് പല ആളുകളും ചോദിച്ചൊരു ചോദ്യം, ഇത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് ഒരു സാധാരണക്കാർ, ഈവൻ ഏതൊരു ചെറിയ ഷോപ്പ് പോയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ QR കോഡ് കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് വേർഷൻ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡെഡ് ലൈൻ എൻഡ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി ആണ്. ക്രിപ്റ്റോ കറൻസി എന്തുകൊണ്ട് വന്നു വെച്ചാൽ, 1 വേൾഡ് 1 ട്രാൻസാക്ഷൻ, ഡിജിറ്റൽ കറൻസി ആണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്ത്യൻ രൂപ വെച്ചിട്ട് അമേരിക്കയിൽ പോയിട്ട് ഒരു 100 രൂപയുടെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാധനം വാങ്ങിയിട്ട് നമുക്ക് ഇന്ത്യൻ കറൻസി കൊടുക്കാനോ, നമുക്ക് ഇന്ത്യൻ ഗൂഗിൾ പേ വഴി അത് അവിടെ ട്രാൻസാക്ഷൻ ചെയ്യാനോ സാധിക്കില്ല അല്ലെ. പക്ഷെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഡിജിറ്റൽ അസറ്റ് ഉപയോഗിച്ചിട്ട്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള അസറ്റ് ഉപയോഗിച്ചിട്ട് ലോകത്ത് എവിടെയും നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് ആണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ Web 3 അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിക്കുന്ന, ഈ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും നടക്കാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസിയിലൂടെയാണ്. ഒരു പക്ഷേ ഇനി വരുന്ന ഒരു 5 വർഷം കൊണ്ട് നമ്മളിപ്പോ ഗൂഗിൾ പേ, ഫോൺ പേ യൂസ് ചെയ്യുന്ന പോലെ തന്നെ, ഇപ്പം നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ. ആമസോണിൽ കഴിഞ്ഞ ദിവസം സുക്കർബർഗിന്റെ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ക്രിപ്റ്റോ കറൻസി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആമസോൺ മാറാൻ പോകുന്നു എന്നുള്ളത്. സോ അവിടെയും നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോലും ക്രിപ്റ്റോ കറൻസികൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ബാങ്കിങ് സിസ്റ്റം ഡൗൺ ആയതുകൊണ്ട് ക്രിപ്റ്റോ കറൻസിയുടെ ഈ ഒരു മാർക്കറ്റ് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഓപ്പൺ ആവുന്നുള്ളതാണ്. സോ അതേപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നതാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി. ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ടാവും, ബ്ലോക്കുകളാക്കിയിട്ട് മാറ്റുന്ന ഒരു സിസ്റ്റം ആണ്. അത് തന്നെ 100% സേഫ്റ്റി ആണ്. സോ ആ ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിക്കുന്ന ക്രിപ്റ്റോ കറൻസി മുഖാന്തരം ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ് കോയിൻഫോജ് എന്ന് പറയുന്നത്. ഇവിടെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത്, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് വിവിധ തരത്തിലുണ്ട് ലോകത്തില്. വെച്ചാല് പോളിഗൺ ബ്ലോക്ക് ചെയിൻ ഉണ്ട്, അതേപോലെ തന്നെ എത്തേറിയൻ ബ്ലോക്ക് ചെയിൻ ഉണ്ട്, അതേപോലെ തന്നെ BNB ബ്ലോക്ക് ചെയിൻ, ഒരുപാട് ബ്ലോക്ക് ചെയിനുകൾ ഉണ്ട്. അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികളും ഒരുപാടുണ്ട്.
വെച്ചാല് രണ്ട് തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികളാണ് വേൾഡിലുള്ളത്. ഒന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള കോയിൻസ്, എന്നുവെച്ചാല് റേറ്റിലോ കാര്യങ്ങളിലോ റേഷ്യോയിലോ മാറ്റം വരാത്ത കോയിനുകൾ എന്ന് പറയും. ഇപ്പൊ രാജ്യാന്തര കോയിനുകളൊക്കെ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് എടുക്കാം. ഇപ്പൊ ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് CBDC എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 1 രൂപയ്ക്ക് മൂല്യമാണ് ഒരു ക്രിപ്റ്റോ കറൻസി, 2 രൂപയ്ക്ക് മൂല്യമാണ് 2 CBDC എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അമേരിക്കയുടെ ഒരു കോയിൻ ആണ് USDT എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ എലമെന്റ്. ആ ഒരു USDT എന്ന് പറയുന്നത് US ഡോളറിന് ഈക്വലന്റ് ആയിട്ട് മാത്രം റേഷ്യോയില് വ്യതിയാനം വരുന്നതാണ്. പക്ഷെ നമ്മൾ ഇതൊന്നും കേട്ടില്ലെങ്കിലും നമ്മൾ പല ആളുകളും ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു കോയിൻ കേട്ടിട്ടുണ്ടാവും അല്ലെ. 2008 ലോഞ്ച് ചെയ്തിട്ട് 2009 കൂടി മാർക്കറ്റിൽ വന്നു. 2010 ഗെയിമിലൂടെയും അതേപോലെ തന്നെ നെറ്റ്വർക്കിലൂടെയും ഒക്കെ ബിൽഡ് ചെയ്ത് അന്ന് വെറും 2 രൂപ മാത്രം, ഇന്ത്യൻ രൂപ മാത്രം, 2010 ജസ്റ്റ് 15 വർഷം മുമ്പ് വെറും 2 രൂപ മാത്രം ഉണ്ടായിരുന്ന ഒരു കോയിൻ 2025 ആയപ്പോഴേക്കും അത് 1 CR 1 കോടി രൂപയായിട്ട് മാറിയിട്ടുള്ള ഒരു കോയിൻ ഉണ്ട്. അതിങ്ങനെ ചേഞ്ചസ് വരുന്ന അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോയിനുകൾ എന്തുണ്ട് മാർക്കറ്റിലുണ്ട്. എത്തേറിയം, BNB അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കോയിനുകൾ എന്തുണ്ട് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ ഒരു നമ്മൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ പ്രൊജക്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇപ്പൊ ഏത് കോൺസെപ്റ്റ് ആണെങ്കിലും നമ്മൾ കയറുന്ന സമയത്ത് ഒരു സ്റ്റേബിലിറ്റി റേറ്റിൽ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ എലമെന്റ് എന്ന് പറയുന്നത് USDT ആണ്. അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പേ ഔട്ട് സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. ഗ്ലോബൽ ആക്സസിബിലിറ്റി, നമ്മളിപ്പോ ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ വെച്ചിട്ട് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് അവിടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, ഫിസിക്കലി ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയൊരു നെറ്റ്വർക്ക് തന്നെ വേണ്ടി വരും അല്ലെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് ലോകത്ത് എവിടെയും ഏത് രാജ്യത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ കണ്ടീഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കാണ് 100% ഡീസെൻട്രലൈസ്ഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇങ്ങനെ ഒരു വേർഡ്. കാരണം നമ്മൾ ഇതുവരെ പരിചയമുള്ളതും നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളാണ്. എന്നുവെച്ചാൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഒരു ഫേമോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ കൺട്രോൾ ബൈ എ പേഴ്സൺ അല്ലെങ്കിൽ കൺട്രോൾ ബൈ ആൻ അതോറിറ്റി, ഒരു അതോറിറ്റി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിന്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷെ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ക്രിയേറ്റർ ഉണ്ടാവും. ആ ക്രിയേറ്റർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിനെ ഓൾട്ടർനേറ്റ്ലി ഓൾറെഡി മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഓൾറെഡി എയറിലേക്ക് ബംപ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കാനോ എഡിറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ പറ്റാത്ത രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിന്റെ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ കോയിൻ ഫോർജ് എന്ന് പറയുന്നത് വൺസ് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റകൾ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു കാരണവശാലും ഒരു മാറ്റവും വരാത്ത രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ 100% ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 100% വെക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു അഡീഷണൽ പാസീവ് ആയിട്ടുള്ള ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. ആൻഡ് സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ആണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ ബ്ലോക്ക് ചെയിനുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ ഏതാണോ അതിന്റെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും അതേപോലെ തന്നെ അതിന്റെ കംപ്ലീറ്റ് വേർഷൻസും നിങ്ങൾക്ക് അവിടെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കോയിൻ ഫോർജോട് കിട്ടുന്നത് ഒരു റോയൽറ്റി ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. വഴിയെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ ഈ പ്രൊജക്ടിന്റെ റോഡ് മാപ്പ് എന്താണ്, പ്രൊജക്ട് എന്നാണ് സ്റ്റാർട്ട് ചെയ്ത് എന്തിലേക്ക് എത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ കിക്ക് ഓഫ് ഞാൻ ആദ്യം പറഞ്ഞു. ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് ഒരു ബേബി ബോൺ ആണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3.5 മാസം 4 മാസം ആയിട്ടുള്ളൂ. മാർച്ച് 2025 ഇതിന്റെ ഒരു കിക്ക് ഓഫ് ഉണ്ടായിരുന്നത്. കിക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലോഞ്ചിങ് അല്ല, പ്രീ ലോഞ്ചിങ് പീരീഡ് ആണ്. സോ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ലോകമെമ്പാടും ആളുകളിലേക്ക് എത്താൻ പോകുന്ന ഒരു പ്രൊജക്റ്റിനെയാണ് നമ്മൾ മുൻകൂട്ടി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റില് ക്രിപ്റ്റോയിൽ ഒരു പ്രത്യേകത ഉണ്ട്. വെച്ചാല് ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് ഏത് ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും മാർക്കറ്റിലേക്ക് ഇപ്പം ഓപ്പൺ മാർക്കറ്റിലേക്ക് ആളുകളുടെ കൈകളിലേക്ക് ട്രേഡിനൊക്കെ എത്തുന്നതിന് മുമ്പ് അവർക്ക് അത് എന്ത് ചെയ്യണം, അതൊരു ഒരു ഇതിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യണം. സോ ബൈനാൻസ് അതേപോലെ ബിനൻസ് പോലത്തെ എക്സ്ചേഞ്ചുകൾ, ഇപ്പൊ നമ്മൾ ബാങ്കിങ് ഒക്കെ നമ്മളിപ്പോ ഒരു ചെക്ക് ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അത് ബാങ്കിൽ പോയിട്ടാണ് മാറ്റുക അല്ലെ. അതേപോലെ നമ്മളെ കയ്യിലുള്ള കോയിനുകൾ നമുക്ക് വിൽക്കാനും ട്രേഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ബൈനാൻസ് അതേപോലെ തന്നെ ബിനൻസ് ഒക്കെ പോലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ അവിടെ ഉണ്ട്. സോ അങ്ങനത്തെ എക്സ്ചേഞ്ചുകളിലേക്ക് നമുക്ക് നമ്മുടെ കോയിനെ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇപ്പൊ ഞാനൊരു 10 കോയിനാണ് ഇറക്കുന്നതെങ്കിൽ അതിൽ
2.5 കോയിൻ ഈ ലോകത്തുള്ള ആളുകളുടെ കയ്യിൽ ഉണ്ടാവണം. ലൈക്ക് 10 ലക്ഷം കോയിനാണ് ഞാൻ ഇറക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ 10 കോടി കോയിൻ ആണെങ്കിൽ അതിന്റെ 2.5 കോടി കോയിൻ ലോകത്തുള്ള ആളുകളുടെ കൈകളിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് അവിടെ ലിസ്റ്റിങ്ങിനുള്ള ഒരു പ്രൊഫഷൻ സെറ്റ് ആവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് പല ആളുകളും, പണ്ട് ബിറ്റ് കോയിൻ ഞാൻ പറഞ്ഞു $2 അല്ലെങ്കിൽ 2 രൂപ മാത്രമുള്ള സമയത്ത് ആളുകളിലേക്ക് നെറ്റ്വർക്കിലൂടെ എന്നുവെച്ചാൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് എത്തിച്ചിട്ട് അതിന്റെ വാല്യൂ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ പല ക്രിപ്റ്റോകളും ചെയ്യുന്നത് അത് ഇറക്കുന്നതിന് മുമ്പ് തന്നെ അത് ഉപയോഗിക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റീനെ ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പ്രൊജക്റ്റ് അത് നമ്മൾ അവിടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അവിടെ ലോഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കമ്മ്യൂണിറ്റിയും ആ ചെയ്ത ആളുകളും തമ്മിൽ ഒരു പരസ്പര അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് അതിന്റെ വാല്യൂ കുറയാനും സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഈ പ്രൊജക്റ്റ് നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് അവിടെ വരുമാനങ്ങൾ പല തരത്തിൽ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫോജ്റൈസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഫോജ്റൈസ് എന്ന് പറയുന്നത് ഇതിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് തന്നെയാണ്. അതിൽ 9 കോൺട്രാക്റ്റുകൾ ഉണ്ട്. അതിൽ 6 കോൺട്രാക്റ്റ് ആണ് നിലവിൽ ഓപ്പൺ ആയിട്ടുള്ളത്. ബാക്കി 3 ഓപ്പൺ ആകാൻ പോകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും. അതേപോലെ ഓരോ കോയിനും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, മൈനിങ് എന്ന് പറയും. ആ ഒരു സ്റ്റേജ് നമുക്ക് വരാൻ പോകുന്നതും ഈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ്. അതേപോലെ തന്നെ ഇവിടെ ഫോജിലൂടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കോയിൻ, ഫോജ് കോയിൻ എന്ന് പറയുന്ന ഒരു കോയിനാണ്. 100 കോടി കോയിനാണ് ഇതിലൂടെ ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ അതിൽ 30 കോടി കോയിനും ഈ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ കൈകളിലേക്ക് തന്നെയാണ് വരുന്നത്. അതിന്റെ എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ അതിന്റെ കോയിൻ ലിസ്റ്റിംഗ്, ഇത് രണ്ടും ആളുകളിലേക്ക് എത്തുന്നതും അതേപോലെ ഓപ്പൺ മാർക്കറ്റിലേക്ക് അത് ലിസ്റ്റ് ചെയ്യുന്നതും ഈ വർഷം അവസാനം ബൈ ഡിസംബറോട് കൂടിയിട്ട് നമുക്കത് ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ റോയൽറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റോയൽറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വഴിയെ സംസാരിക്കാം. റോയൽറ്റിന്റെ മാർക്കറ്റ് പ്ലേസ്, അതേപോലെ തന്നെ ഇവർ ഉദ്ദേശിക്കുന്ന ഈ ഒരു പ്രൊജക്ട് വഴി ഉദ്ദേശിക്കുന്നത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു എൻട്രി ആണ്. സോ 2026 നിങ്ങൾ ഒരിക്കലും ഒരു 6 മാസത്തേക്കോ 3 മാസത്തേക്കോ കേൾക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഇതിനെ കാണണ്ട. നിങ്ങൾക്ക് ലൈഫ് ലോങ് വലിയ രീതിയിൽ ഇൻകം ഉണ്ടാക്കാനുള്ള സോഴ്സസ് എന്തുണ്ട് ഈ പ്രൊജക്ടിന്റെ റോഡ് മാപ്പിൽ നിലവിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എന്താണ് ഫോജ്റൈസ്, എങ്ങനെയാണ് നമ്മൾ ഇവിടെ കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ 5 ജനറേഷനിൽ നിന്നും എന്തുണ്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എത്രയാണോ ഇതിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അതേ ഈക്വലന്റ് ആയിട്ട് നമ്മൾ റെഫറൽ ചെയ്യുന്ന ആളുകളും ചെയ്യുന്ന സമയത്ത് അതിന്റെ 40% നമുക്ക് റെഫറൽ ഇൻകം ആയിട്ടും അവരുടെ 5 ലെവലിൽ നിന്നും 8% ലെവലിംഗ് ആയിട്ടും നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഗ്ലോബൽ ഷെയർ, ഇവിടെ നിങ്ങൾ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ ഈ ഒരു എത്ര സ്ലോട്ടാണോ നിങ്ങൾ ഇതിലൂടെ ബൈ ചെയ്യുന്നത് ആ സ്ലോട്ടുകൾ നിങ്ങൾ ബൈ ചെയ്യുന്ന സെയിം മൊമെന്റ് തന്നെ നിങ്ങൾക്ക് അവിടെ എന്തുണ്ട് ഗ്ലോബൽ വേസിൽ ഒരു എൻട്രി കൂടെ ഉണ്ട്. അത് ജസ്റ്റ് ഞാൻ അടുത്തൊരു സ്ലൈഡോട് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് ഇവിടെ ഫോജ് റൈസിന്റെ ലെവലുകൾ കാണിച്ചിരിക്കുന്നത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5, ലെവൽ 6, ലെവൽ 7, ലെവൽ 8, ലെവൽ 9. നമ്മളിവിടെ 2 കളറിൽ കാണുന്നുണ്ട് അല്ലെ. 7, 8, 9 എന്നുള്ളത് ഒരു കളറിലും ബാക്കിയെല്ലാം ഒരു ആഷ് കളറിലും കാണുന്നുണ്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞു ഇതിന്റെ പ്രീമിയം കോൺട്രാക്ട് ലോഞ്ചോട് കൂടിയിട്ടാണ് ഓപ്പൺ ആവുന്നത്. സോ 7, 8, 9 എന്ന് പറയുന്നത് പ്രീമിയം കോൺട്രാക്റ്റുകളാണ്. അത് നിലവിൽ ഓപ്പൺ അല്ല. നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത് 6 വരെ, ലെവൽ 1 മുതൽ ലെവൽ 6 വരെയാണ്. ഓരോ സ്ലോട്ടുകൾക്കും ഓരോ വാല്യൂ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആവും. ലെവൽ 1ന് $50 ആണെങ്കിൽ ലെവൽ 2ന് ഇവിടെ $100 ആണ് നമുക്ക് ലെവൽ 2ന് വേണ്ടത്. ലെവൽ 3 ബൈ ചെയ്യാൻ വേണ്ടത് $150 ആണ്. ലെവൽ 4 ബൈ ചെയ്യാൻ $200, ലെവൽ 5 $250, ലെവൽ 6 $300. ഇവിടെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആക്ടിവേഷൻ ചെയ്യുന്ന ലെവൽ 1 ആണെങ്കിൽ ഓരോന്ന് 1 by 1 ആയിട്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുക. ഇവിടെ ലെവൽ 3ലും ലെവൽ 6ലും ലെവൽ 9ലും നമ്മളിവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇത് കാണുന്നുണ്ട് അല്ലെ. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ലെവൽ 3, ലെവൽ 6, ലെവൽ 9 എന്ന് പറയുന്നത് അത് ഗ്ലോബൽ ഷെയറിലേക്ക് പോകുന്നതാണ്. ലൈക്ക് എന്നുവെച്ചാൽ നമ്മൾ എൻട്രി ചെയ്തതിനു ശേഷം ഇപ്പൊ വിഷ്ണു എന്ന് പറയുന്ന ഞാൻ 6 കോൺട്രാക്റ്റ് ആണ് നിലവിൽ ഓപ്പൺ ആക്കിയത്. ഈ 6 കോൺട്രാക്ട് ഞാൻ ഓപ്പൺ ആക്കിയതിനു ശേഷം ലോകത്ത് എവിടെയും കോയിൻ ഫോജ് എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിലേക്ക് എൻട്രി വെക്കുന്ന ആളുകൾ 3ാമത്തെയും 6ാമത്തെയും കോൺട്രാക്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് അതിന്റെ 40% അതുവരെ ആരൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടോ അവരിലേക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഈ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരാൾക്ക് പോലും ദിവസം ഇൻകം ഇല്ലാത്ത ഒരു സ്റ്റേജ് ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇതിൽ 5 ജനറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 5 ജനറേഷന് വരെ എന്തുണ്ട് നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ശരിക്കും ആക്ച്വലി ഇതൊരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ആ സ്മാർട്ട് കോൺട്രാക്ട് എക്സ് എന്ന് പറയുന്ന വ്യക്തി
ഒരു സ്മാർട്ട് കോൺട്രാക്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു 5 വ്യക്തികളെ ഈ പ്രൊജക്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് എത്ര വ്യക്തികളെ വേണമെങ്കിലും അസോസിയേറ്റ് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. പക്ഷെ 5 ഡെപ്തിലാണ് ലെവലിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആളുകളെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓട്ടോ ഫില്ലിംഗ് സിസ്റ്റം ആണ്. ഒരിക്കലും നമ്മൾ ഒരാൾക്ക് ഇന്ന സ്ഥലത്ത് പ്ലേസ്മെന്റ് കൊടുക്കുക കാര്യങ്ങളോ ഒന്നല്ല. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. സോ ഇങ്ങനെ ഒരു 5 വ്യക്തികൾ നമ്മൾ ഡയറക്ടർ ഓഫിൽ വെക്കുന്ന സമയത്ത് ഇതേ വ്യക്തികളിൽ നിന്നും ഇതേ ലെവലിൽ എന്ത് ചെയ്യുന്നു, 5 വ്യക്തികൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു. സോ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ 5 ലെവൽ വെച്ചിരിക്കുന്ന ഡയറക്ടർ ഓഫിൽ വെച്ചിരിക്കുന്ന നമ്മുടെ റെഫറിലൂടെയാണ് ആദ്യത്തെ 5 കോൺട്രാക്ട് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് 40% 8% ലെവലിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ ഈ ഓരോരുത്തരുടെ 5 ലെവലുകൾ 5, 25, 125, 625, 3125. സോ ഈ ഒരു കണക്ഷൻ നോക്കുകയാണെങ്കിൽ 3125 ആളിൽ നിന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ജനറേഷൻ ഇൻകവും റെഫറൽ ഇൻകവും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന വ്യക്തി 5 വ്യക്തികളോട് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം. നിങ്ങൾ ഒരു 5 പേരെ ഈ പ്രൊജക്റ്റിലേക്ക്, നമ്മുടെ ഫാമിലി ആവാം, നമ്മുടെ സുഹൃത്തുക്കളാവാം, ആരെങ്കിലും ആവാം, 5 പേരെ കണക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള 5 വ്യക്തികളിൽ എയും ബിയും സിയും 2 പേരെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതാം. ഡി എന്ന് പറയുന്ന വ്യക്തി ഒരാളെ മാത്രമേ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു റെഫറൽ, ഒരു സ്മാർട്ട് കോൺട്രാക്ട് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇ എന്ന് പറയുന്ന വ്യക്തി പക്ഷെ 3 വ്യക്തികളെ കണക്ട് ചെയ്തിട്ടുണ്ട്. സമയത്താണ് എക്സ് എന്ന വ്യക്തി, ദാറ്റ് മീൻസ് നിങ്ങൾ എന്ന വ്യക്തി അടുത്തൊരു വ്യക്തിയെ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ അടുത്തൊരു വ്യക്തിനെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പൊസിഷൻ ഓട്ടോ ഫില്ലിംഗ് പ്രകാരം എവിടെ എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരെ ഇവിടെ ഓൾറെഡി എന്തുണ്ട്, എയിലും ബിയിലും സിയിലും 2 വ്യക്തികളുണ്ട്. സോ പ്രയോറിറ്റി എവിടെയാണ്, അടുത്ത പൊസിഷൻ നോക്കുകയാണെങ്കിൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡിയിലാണ്. സോ ഓൾട്ടർനേറ്റ്ലി ആ വ്യക്തി വന്നിട്ട് ഡിയിൽ എന്ത് ചെയ്യും, പ്ലേസ് ആവും. നെക്സ്റ്റ് വൺ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്കാണ് പ്രയോറിറ്റി. അവിടെ വീണ്ടും എന്ത് ചെയ്തു, എയിൽ വന്നിട്ട് ആ വ്യക്തി പ്ലേസ് ആയി. ഇവിടെ പ്ലേസ് ആവുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മുടെ നേരത്തെ റെഫറൽ നേരെ വന്നിട്ട് ഡിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലേസ് ആയിട്ടുള്ളത്. ഈ ഡിയിൽ പ്ലേസ് ആവുന്ന സമയം D2 രണ്ടാമത്തെ വ്യക്തിയായിട്ടാണ് പ്ലേസ് ആയിട്ടുള്ളത്. ഈ രണ്ടാമത്തെ വ്യക്തി പ്ലേസ് ആകുന്ന സമയത്ത് ഒരു പക്ഷെ ഡിക്ക് അറിയ പോലും ഉണ്ടാവില്ല ഈ സ്മാർട്ട് കോൺട്രാക്ട് ആരുതാണെന്നുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഈ വ്യക്തി എന്നുള്ളത്. പക്ഷേ ഈ ഡി എന്ന വ്യക്തിയെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 5, 25, 125 ആ ഒരു ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ D2ന്റെ 8% വെച്ചിട്ട് ഈ ഡിക്ക് എന്തുണ്ട്, ഈ D2ന്റെ 5 ലെവലുകൾ വെച്ചിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ വ്യക്തിക്ക് എന്തില്ല, അറിയ പോലും ഇല്ല ഈ വ്യക്തി ആരാണെന്നുള്ളത്. പക്ഷെ നമ്മളിലൂടെ വന്നതാണെങ്കിലും കൂടെ ഈ ഡീനെ സംബന്ധിച്ച് ഒരു അഡീഷണൽ ഇൻകം എവിടുന്ന് വരുന്നുണ്ട്, ഈ D2 ഇദ്ദേഹത്തിൽ നിന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ 5 ലെവലുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു, അവരിലേക്ക് എത്തുന്നു. അതേ സിസ്റ്റം തന്നെയാണ് എക്സ് എന്ന് പറയുന്ന വ്യക്തി അടുത്തൊരു റെഫറിൽ വെക്കുന്ന സമയത്ത് ഓൾട്ടർനേറ്റ്ലി എക്ക് പ്രയോറിറ്റി കൊടുത്ത് അതിലേക്ക് കണക്ട് ആവും, സെക്കൻഡ് ബിയിലേക്ക് കണക്ട് ആവും, തേർഡ് സിയിലേക്ക് കണക്ട് ആവും, ഫോർത്ത് ഡിയിലേക്ക് കണക്ട് ആവും. സോ എവിടെയാണോ പ്രയോറിറ്റി ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നെക്സ്റ്റ് പ്ലേസ്മെന്റുകൾ വരുന്നുണ്ടാവുക. ഇനി നമ്മൾ ഇവിടെ ആക്ടിവേഷൻ ചെയ്യുന്നത് ആദ്യത്തത് $50 ആദ്യത്തെ സ്ലോട്ട് ഇന്ത്യൻ റുപ്പീസ് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 4500 രൂപ. ആ ഒരു സ്ലോട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, 40% ആരാണോ കണക്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളാണ് ഒരു വ്യക്തിനെ കണക്ട് ചെയ്യുന്നത്, ആ വ്യക്തി എന്ത് ചെയ്യാണ്, ആദ്യത്തെ $50 ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ 40% പ്ലസ് 8% നിങ്ങൾ 5 ലെവലിൽ മുകളിലോട്ടേക്ക് എന്ത് ചെയ്യുന്നു, 8% വെച്ചിട്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ലെവൽ 2 നിങ്ങൾ $100 നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, ഐ മീൻ ഇന്ത്യൻ റുപ്പീസ് നോക്കുകയാണെങ്കിൽ 9000 രൂപ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യപ്പെടുന്നു. ആൻഡ് ലെവൽ 3 ആ വ്യക്തി ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത്, ലെവൽ 3 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഗ്ലോബൽ ഷെയർ ആണ് അല്ലെ, ഗ്ലോബലി ആരൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അവരിലേക്ക് മൊത്തം കൺവേർട്ട് ചെയ്യും. അത് എത്ര പെർസെന്റേജ് ആണ്, 40%. ലെവൽ 3 നമ്മൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ എടുക്കുന്നത് $150 ആണെങ്കിൽ ആ $150ന്റെ 40%, ദാറ്റ് മീൻസ് $60 എവിടെ പോകും, നേരെ നിലവിൽ ആരൊക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെ കോയിൻഫോജ് എന്ന് പറയുന്ന പ്രൊജക്ട് ചെയ്യുന്നുണ്ടോ അവരിലേക്ക് ഈക്വൽ ആയിട്ട്, അതിലൊരു പക്ഷെ നിങ്ങളും എന്താണ്, അതിലൊരു വാക്കാണ്. അതേപോലെ ലെവൽ 4 നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു, ലെവൽ 6 ആക്ടിവേറ്റ് ചെയ്യുന്നു, ലെവൽ 5 ആക്ടിവേറ്റ് ചെയ്യുന്നു, ലെവൽ 6 ആക്ടിവേറ്റ് ചെയ്യുന്നു. ലെവൽ 6 നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ എടുക്കുന്നത് $300 ആണ്. ലെവൽ 6ഉം ഇതേപോലെ ഗ്ലോബലി ഷെയർ ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ $300ന്റെ 40% എന്ന് പറയുമ്പോൾ $120 എന്ത് ചെയ്യുന്നു, നിലവിൽ അതുവരെ ആരൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ,
ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു 6 സ്ലോട്ട് പർച്ചേസ് ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ടീമോ കാര്യങ്ങളോ ഒന്നല്ല, ലോകത്ത് എവിടെയും കോയിൻഫോജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ ആരെങ്കിലും 6ാമത്തെ സ്ലോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടക്കമുള്ള വ്യക്തികൾ എന്താണ് ഈക്വൽ ആയിട്ട് നിങ്ങൾക്കും അവിടെ ഒരു ഇൻകം ഏൺ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ റോയൽറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. റോയൽറ്റി ആദ്യം ഞാൻ പറഞ്ഞു നമുക്ക് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യാം, റോയൽറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാന്ന്. അപ്പൊ നമുക്ക് ഇവിടെ 2 തരത്തിലാണ്. അപ്പൊ അത് നമ്മളൊരു ലെവൽ ഇൻകത്തുനിന്നും അതേപോലെ തന്നെ റെഫറൽ ഇൻകത്തുനിന്നും നമുക്ക് ഇൻകം കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ് നോക്കിയ സമയത്ത് ഒന്നാമത്തെ ആക്ടിവിറ്റി ചെയ്യാൻ $50, രണ്ടാമത്തെ ആക്ടിവിറ്റി ചെയ്യാൻ $100, അങ്ങനെ ആറാമത്തെ ആക്ടിവിറ്റി ചെയ്യാൻ $300. ടോട്ടലി നോക്കുകയാണെങ്കിൽ $1050 ആണ്, അല്ലെങ്കിൽ $1050 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 6 സ്ലോട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ 6 സ്ലോട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബൈ പ്രൊഡക്റ്റ് ആയി അതിന്റെ കൂടെ തന്നെ ഒരു എനർജി ടോക്കൺ, നിങ്ങൾ എത്രയാണോ സ്പെൻഡ് ചെയ്തിട്ടുള്ള കോയിൻ, $50 ആദ്യത്തെ സ്ലോട്ട് മാത്രം പർച്ചേസ് ചെയ്ത വ്യക്തിനെ സംബന്ധിച്ചാണെങ്കിൽ 50 എനർജി ടോക്കൺ, 1050 6 സ്ലോട്ടുകളും $1050 വെച്ച് ഓപ്പൺ ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ 1050 ടോക്കൺ, എനർജി ടോക്കൺ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അവരുടെ വാളറ്റിൽ ഉണ്ടാവും. ഈ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എനർജി ടോക്കൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മൾ Q3 എന്ത് ചെയ്യുന്നുണ്ട്, ഫോജ് കോയിൻ എന്ന് പറയുന്ന ഒരു കോയിൻ, അതിന്റെ വ്യാപ്തി അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളതൊന്നും നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്തിനനുസരിച്ച് എന്ത് ചെയ്യും, 100% അതിന്റെ വാല്യൂ ഉയർന്നുകൊണ്ടിരിക്കും. ആ കോയിൻ 100 കോടി കോയിൻ ആണ്, അതിൽ 30 കോടി നമ്മൾ പറഞ്ഞു കമ്മ്യൂണിറ്റിക്കാണെന്ന്. നിലവിൽ നിങ്ങളെ കയ്യിൽ അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എത്ര ടോക്കണുകൾ ഉണ്ടോ ആ ടോക്കണിന് ഈക്വൽ ആയിട്ടുള്ള കോയിൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ വാളറ്റിലേക്ക് മാറ്റിത്തരും. സോ ഈ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന എനർജി ടോക്കൺ നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറാൻ പോകുന്നത് ഫോജ് കോയിൻ എന്ന് പറയുന്ന കോയിനിലേക്കാണ്. ഇനി ഈ അഡീഷണൽ ആയിട്ട് ഈ കോയിൻ എങ്ങനെയാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ നോക്കാം. കാരണം നമ്മൾ എത്രത്തോളം ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ ഉള്ള ഏക ഓപ്ഷൻ $1050 വരെ സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ 1050 കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ നിങ്ങൾ ഓരോ വ്യക്തികളെ റെഫറൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മുഖേന ആരെങ്കിലും ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരിലൂടെ ഒരു 25% അഡീഷണൽ ആയിട്ടുള്ള എനർജി ടോക്കൺ കൂടെ എന്ത് ചെയ്യുന്നു, നിങ്ങളിലേക്ക് എത്തുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ $1050 സ്പെൻഡ് ചെയ്തിട്ട് 6 സ്ലോട്ടുകൾ ഓപ്പൺ ചെയ്ത നിങ്ങൾ ഒരു 4 വ്യക്തികളെ 6 സ്ലോട്ടിൽ ഓപ്പൺ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ 25 വെച്ചിട്ട് 100%, ലൈക്ക് 1050 എനർജി ടോക്കൺ ആണ് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഒരു 1050 എനർജി ടോക്കണും കൂടെ എന്ത് ചെയ്യുന്നു, നമ്മളിലേക്ക് എത്തുന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് എനർജി ടോക്കൺ കൂട്ടാൻ പറ്റുന്നത്. സോ നമുക്ക് എത്രത്തോളം റെഫറൽ വെക്കാൻ പറ്റും അത്രത്തോളം എനർജി ടോക്കൺ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഡീഷണൽ ആയിട്ട് എടുക്കാൻ പറ്റും. ആൻഡ് നമ്മൾ ഇവിടെ പറഞ്ഞൊരു കാര്യം റോയൽറ്റി എന്നുള്ളത്, ഈ എനർജി ടോക്കൺ കഴിയുന്ന സമയത്തേക്കും ഈ ഒരു കോൺസെപ്റ്റിന് തന്നെ കോയിൻഫോജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് തന്നെ NFT വർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം ഏതെങ്കിലും ഒരു വഴിയിലൂടെ മാത്രം പണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതികളായിരിക്കും നമ്മൾ വർക്ക് ചെയ്ത് ഉണ്ടാവുക. ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റൊന്നാണെങ്കിലോ ഏതെങ്കിലും ഒരു വഴി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഡിജിറ്റൽ അസറ്റുകൾ ഏൺ ചെയ്യുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ Web3 ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകൾക്ക് അവരുടെ പ്രൊജക്റ്റിന്റെ മൂല്യത്തിനനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നതിന് രീതിക്ക് അനുസരിച്ച് നമുക്ക് പല തരത്തിൽ അവിടുന്ന് ഇൻകം ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു നെറ്റ്വർക്കിലൂടെ മാത്രമോ അല്ലെങ്കിൽ അതിലേക്ക് കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ മാത്രമല്ല, അല്ലാതെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് നമ്മളിവിടെ ബൈ പ്രൊഡക്റ്റ് കിട്ടുന്ന എനർജി ടോക്കൺ ബേസ് ചെയ്ത് പറഞ്ഞു, ക്രിപ്റ്റോ കറൻസി ആണ് നമുക്ക് കിട്ടുന്നത്. ആ ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം എത്രത്തോളം വളരും എന്ന് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. കാരണം ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് വെറും $2 സ്റ്റാർട്ട് ചെയ്ത കോയിൻ ആണ് ഇന്ത്യയിൽ വാല്യൂ നോക്കുകയായിരുന്നെങ്കിൽ. പക്ഷെ ഫ്രീ ആയിട്ട് പോലും കളക്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ടായി. ഒരുപക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഈ പ്രോഗ്രാം കേൾക്കുന്ന ആരെങ്കിലും ചെറിയ തോതിലെങ്കിലും ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്ന ആളുകളും ഉണ്ടാവാം, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ ഇവിടെ നമ്മളിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോജ് കോയിൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഇത് ലോഞ്ച് ചെയ്യുന്നതിന്റെ മുമ്പേ അത് ലോഞ്ച് ചെയ്യാനുള്ള ആളുകളെ കമ്മ്യൂണിറ്റി ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഓപ്പൺ ആക്കാൻ പോകുന്ന ഒരു കോയിന്റെ മൂല്യം എത്രത്തോളം വർദ്ധിക്കുന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അതേപോലെ ഇവരുടെ അടുത്ത പ്രോജക്റ്റിലേക്ക് NFT എന്ന് പറയും, നോൺ ഫഞ്ചബിൾ ടോക്കൺ എന്ന് പറയും. അതും ഒരു ക്രിപ്റ്റോ എലമെന്റ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ അസറ്റ് ആണ്. നമുക്ക് ഇതിലൂടെ ലഭിക്കുന്ന ഒരു ഡിജിറ്റൽ അസറ്റ് ആണ്. അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു NFT നോൺ ഫഞ്ചബിൾ ടോക്കൺ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഉള്ള ബേസിക് അതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 9 കോൺട്രാക്റ്റുകളാണ് നമുക്ക് ടോട്ടൽ ഉള്ളതെന്ന് പറഞ്ഞു. ലോഞ്ചോട് കൂടിയിട്ട് 9 കോൺട്രാക്റ്റും ഓപ്പൺ ആവും. ആ 9 കോൺട്രാക്റ്റും ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. നെക്സ്റ്റ് വൺ, അതിന്റെ ഒരു 20% നമുക്ക് ഇവിടെ ഉള്ള NFT ഒരു 20%
എങ്ങനെ നമുക്ക് അടുത്തൊരു ഇതിലൂടെ നമുക്ക് ഇതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാം, അല്ലെ വലിയ രീതിയിലുള്ള ഒരു ഇൻകം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. NFT എന്ന് പറയുന്നതിന്റെ നമുക്ക് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു. നമുക്ക് ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 9 കോൺട്രാക്റ്റുകൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ എല്ലാ മാസവും 1-ാം തീയതി 2026 ജനുവരി 1-ാം തീയതി മുതൽ എല്ലാ മാസവും 1-ാം തീയതി നിങ്ങൾക്ക് ഒരു സാലറി പോലെ ഒരു റോയൽറ്റി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്നുവെച്ചാൽ എല്ലാ മാസവും 1-ാം തീയതി നിങ്ങൾ ചെയ്യുന്ന ഈ പ്രൊജക്ട് വൈസ് ഈ പ്രൊജക്റ്റിലൂടെ നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഇൻകം വരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു 5 റെഫറൽ എങ്കിലും വെക്കുക. നമ്മളിവിടെ ആദ്യം 9 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്ത പോലെ തന്നെ ആ 5 വ്യക്തികളെ കൊണ്ടും 9 കോൺട്രാക്ട് ഓപ്പൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാസവും 1-ാം തീയതി ഒരു റോയൽറ്റി ആയിട്ട് ഒരു പയനീർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് കടക്കണമെങ്കിൽ നമ്മുടെ ബേസിക് ക്വാളിറ്റി എന്താണ്, 9 പേരെ കൊണ്ട് നമ്മൾ എൻട്രി വെപ്പിക്കുക എന്നുള്ളത്. 9 കോൺട്രാക്ട് നമ്മൾ ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ കൂടെ വരുന്ന 5 റെഫറലിനെ കൊണ്ടും 9 കോൺട്രാക്ട് ഓപ്പൺ ചെയ്യിപ്പിക്കുക. അവിടെ ഒരു 20% എന്ത് ചെയ്യുന്നു, നമുക്ക് എല്ലാ മാസവും ഒരു റോയൽറ്റി ലഭിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ കൂടെ ജെനസിസിൽ ഉണ്ടായിരുന്ന ആളുകളെ പയനീർ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേജിലേക്ക് അവർക്ക് 20% റോയൽറ്റി വാങ്ങുന്ന സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിഷണറി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മൂവ് ചെയ്യുകയും 30% നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റോയൽറ്റി ലഭിക്കാൻ നമുക്ക് കാര്യം ഉണ്ടാവും. അതേപോലെ തന്നെ പയനീറിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ നേരെ വിഷണറിലേക്ക് വരുന്ന സമയത്ത് 50%, നമ്മൾ ട്രയൽ ബൈസർ എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റിയിലേക്ക് എത്തുമ്പോൾ 50% റോയൽറ്റി നമുക്ക് ലഭിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എല്ലാവരും സാലറി ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ ആകെ ചെയ്യുന്നത് എന്താണ്, ഇവിടെ ഒരു 5 പേരിലേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ പ്രൊജക്ടിനെ എത്തിക്കുന്നു. ആ 5 പേരെ കൊണ്ട് 9 കോൺട്രാക്ട് ഓപ്പൺ ചെയ്യുന്നു. 9 കോൺട്രാക്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യുന്നു, ഗ്ലോബൽ വൈസ് ഇൻകം 3-നും 6-നും 9-നും എന്ത് ചെയ്യുന്നു, ആ വ്യക്തിക്ക് ലഭിക്കാൻ ഇടയാകുന്നുണ്ട്. പ്ലസ് അതേപോലെ തന്നെ അടുത്തൊരു സ്റ്റേജ് അവരുടെ കയ്യിലേക്ക് ടോക്കണുകൾ, 9 കോൺട്രാക്ടിന് അവർ സ്പെൻഡ് ചെയ്യുന്ന ടോക്കണുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ കൈകളിൽ എത്തുന്നു. പ്ലസ് അതേ സിസ്റ്റം നിങ്ങൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു NFT റോയൽറ്റി ഒരു മാസം എല്ലാ മാസവും നമുക്കൊരു ശമ്പളം പോലെ ലഭിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റോയൽറ്റി ലഭിക്കാവുന്ന ഒരു പ്രോസസ്സാണ് ഈ പ്രൊജക്ട് വഴി അവർ കാണിച്ചിരിക്കുന്നതെന്ന് പറയാം. ആൻഡ് എങ്ങനെയാണ് ഇതിന്റെ ഇൻകം സ്ട്രക്ചർ വരുന്നത്, നമ്മൾ പറഞ്ഞു 3-ഉം 6-ഉം 9-ഉം ആണ് ആക്ച്വലി നമ്മൾ പ്രിഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഒരു രൂപ പോലും ഇൻകം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഒരു 3 കോൺട്രാക്ട് ഓപ്പൺ ചെയ്യുന്ന വ്യക്തിനെ സംബന്ധിച്ച് അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നത് $300 ആണെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് നോക്കുകയാണെങ്കിൽ 27,000 രൂപ ആ വ്യക്തി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 5 ഡയറക്ട് റെഫറൽ ആ വ്യക്തിക്ക് വെക്കാൻ സാധിച്ചാൽ അദ്ദേഹത്തിലേക്ക് 54,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ട് റെഫറൽ ഇൻകം ആയിട്ടും അദ്ദേഹത്തിന്റെ ആ വ്യക്തികളിൽ നിന്നും 5 ലെവലിലേക്ക് 5 ജനറേഷന്റെ ഇൻകം നോക്കുകയാണെങ്കിൽ 42,17,400 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏൺ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അതേപോലെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് എന്താണ്, അൺലിമിറ്റഡ് ആണ്. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. ഇനി അതല്ല 6 കോൺട്രാക്ട് 1 മുതൽ 6 വരെ കോൺട്രാക്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ $1,050 ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പീസ് നോക്കുകയാണെങ്കിൽ 94,500 രൂപ. അവിടെ നമ്മൾക്ക് ലഭിക്കുന്നത് 5 ഡയറക്ട് റെഫറൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെക്കുന്നുണ്ടെങ്കിൽ അവിടെ $2,100, ദാറ്റ് മീൻസ് 1,89,000 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 ഡയറക്ട് റെഫറിലൂടെ മാത്രം ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ 5 ജനറേഷനിൽ നിന്നും നമുക്ക് 1,87,440 ഡോളർ എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. അതിന്റെ ഇന്ത്യൻ വാല്യൂ നോക്കുകയാണെങ്കിൽ 1,68,69,600 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ പ്രീമിയം കോൺട്രാക്ട് ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ 9 കോൺട്രാക്ട് ഓപ്പൺ ചെയ്ത വ്യക്തിയാണെങ്കിൽ നമ്മൾക്ക് അവിടെ കോൺട്രാക്ട് വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് $450 ആണ്. 3,64,500 രൂപ. അങ്ങനെ ഒരു 3,64,500 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ 5 ഡയറക്ട് റെഫറലും കൂടെ ഉണ്ടെങ്കിൽ 8,100 7,29,000 രൂപ നമ്മളെ പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പ്ലസ് അവരുടെ ലെവലിംഗ് എത്തുന്നത് 5,90,43,600 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 ലെവലിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഗ്ലോബൽ ഷെയർ നമുക്കറിയാം ഒരിക്കലും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ ഇതില് ഗ്ലോബൽ ഷെയറിന്റെ ഈ അൺലിമിറ്റഡ് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറയാതെ വയ്യ, ഞാൻ ഈ പ്രൊജക്ട് അസോസിയേറ്റ് ചെയ്തത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് $304 ഞാൻ ഏൺ ചെയ്തത് എന്നുവെച്ചാൽ ഞാൻ സ്പെൻഡ് ചെയ്തത് $1,050 ആണെങ്കിൽ അറൌണ്ട് $304 എനിക്ക് റിട്ടേൺ വന്നിട്ടുള്ളത് ഞാൻ ചെയ്ത വർക്ക് കൊണ്ടോ അല്ല എന്റെ ടീമിലൂടെയോ അല്ല,
അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനുശേഷം ഈ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വ്യക്തികളിൽ നിന്നും ഗ്ലോബലി ഷെയർ ചെയ്യപ്പെട്ടിട്ട് വന്നതാണ്. $300 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറൌണ്ട് 28,000-29,000 രൂപയായി. അതും ഏൺ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത് ഗ്ലോബൽ ഷെയറിലൂടെയാണെന്നുള്ളത്. ആൻഡ് ഇതിന്റെ എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു സ്നാപ്ഷോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏർലി അഡോപ്ഷൻ അഡ്വാൻറ്റേജ്. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ പ്രൊജക്ട് കേൾക്കുന്നത് മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾ ഈ പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവില്ല, ഈ പ്രൊജക്ടിനെ പറ്റി കേട്ടിട്ടുണ്ടാവില്ല. കാരണം ആദ്യം പറഞ്ഞ പോലെ 3 മാസം മാത്രം പ്രായമുള്ളൂ. സോ ഏർലി അഡോപ്ഷൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ഏത് ഓറിയന്റേഷൻ ആണെങ്കിലും ഏത് പ്രൊജക്ട് ആണെങ്കിലും നമുക്കറിയാം, തുടക്കത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ബെനിഫിറ്റുകൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മാസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. കാരണം ഇനി വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എന്താണ്, വെബ്3, ബ്ലോക്ക് ചെയിൻ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ട്രാൻസ്പെറന്റ്. ഒരാളും എന്ത് ചെയ്യില്ല, ഇതിലേക്ക് കൈകാര്യം ചെയ്തിട്ട് നിങ്ങളുടെ ഒരു അസറ്റുകളെ ലൂപ്പ് ചെയ്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഇൻകത്തിനെ സ്റ്റോപ്പ് ചെയ്യുമോ, അങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്യില്ല, ഇവിടെ നടക്കൂല. കാരണം എന്താണോ പ്രോഗ്രാം ഫയൽ ചെയ്തിരിക്കുന്നത് ആ പ്രോഗ്രാം അതിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇന്റർനെറ്റ് കാലഘട്ടമുള്ളിടത്തോളം കാലം അതേ രീതിയിൽ മൂവ് ചെയ്യുള്ളൂ. അതേപോലെ ട്രാൻസ്പെറന്റ് ആണ്, നമുക്ക് എവിടെയും ചെക്ക് ചെയ്യാൻ പറ്റുന്ന, വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രോജക്റ്റ് ഉള്ളത്. അതാണ് റിയൽ ഫൈനാൻഷ്യൽ ഫ്രീഡം. ഒരു പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന സമയത്ത് ഒരു പക്ഷെ എന്തൊക്കെയോ ഞാൻ ചുമ്മാ പറയുന്നതാണോ എന്നൊക്കെ തോന്നലുണ്ടാവും. പക്ഷെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, നമുക്കൊരു സാലറിയിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഒരു 3 മാസമായിട്ടുള്ളൂ ഈ പ്രൊജക്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഞാൻ അടക്കമുള്ള പല ആളുകളും ഇവിടെ 5 ലക്ഷത്തിന്റെ മുകളിലേക്കും 10 ലക്ഷം കവർ ചെയ്ത ആളുകൾ എന്തുണ്ട് ഈ 3-3.5 മാസം കൊണ്ട് ഇതിലൂടെ ഉണ്ട്. സോ ദ റിയൽ ഫൈനാൻഷ്യൽ ഫ്രീഡം, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ ഇപ്പം നിലവിൽ, അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു 10 വർഷത്തേക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോയിൻ ഫോർജിനെ കാണാൻ പറ്റും. അതേപോലെ ഓട്ടോമാറ്റഡ് പാസീവ് ഇൻകം, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഓരോ സ്റ്റേജും പറഞ്ഞ സമയത്ത്. അതേപോലെ നോ റിസ്ക് ഓഫ് മാനിപ്പുലേഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ സെക്യൂരിറ്റി എന്താണ്, അത്രത്തോളം ഹൈ ആണ്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്.